നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവളെന്താ ഇങ്ങനെ ദൂരെ മാറി നിൽക്കുന്നത്? ശ്യാമ എന്താ വിരുന്നുകാരിയാണോ? ശ്യാമേ വാ. മോളെ, വീട്ടില് വിശേഷമൊന്നുമില്ലല്ലോ മോളെ? ഇല്ല മുത്തശ്ശി, സുഖായിരിക്കുന്നു. അഖിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആദ്യത്തെ ഓണമായത്. അയ്യോ, നേരാണല്ലോ, ഞാനതങ്ങ് മറന്നുപോയി. അതെ അതെ, ഈ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണം. അതെ അതെ, എങ്കേമാക്കണം. അമൃതേ, ശ്യാമേ, നിങ്ങൾ രണ്ടുപേരും കൂടി ചെന്നേ എന്റെ മുറിയിൽ എല്ലാവർക്കും ഉള്ള ഓണക്കോടി ഇരിപ്പുണ്ട്. എല്ലാവരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. അതെടുത്തോണ്ട് വന്ന് എല്ലാവർക്കും കൊടുക്ക. ഓണം നമുക്ക് അടിച്ചു പൊളിച്ച് തകർക്കാം. അമ്മേ, മുത്തശ്ശി ചായ. വസു, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ആദി, അഖിൽ, ശ്യാമ, അരുൺ, എല്ലാരും ഒന്ന് വന്നേ. അതെ, ആ പാചകം നിർത്തിയിട്ട് എല്ലാരും ഒന്ന് വന്നേ. വരൂ 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 വരൂ. വാ 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 വാ. എന്താ പറയാം പറയാം, എല്ലാരും വരട്ടെ. എവിടെ ആദി? വാ 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 വാ. ഐശ്വര്യ, എല്ലാരും എത്തിയല്ലോ. നാളെ തിരുവോണം. തിരുവോണത്തിനുള്ള പൂക്കളം ഒരു മത്സരമായിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മത്സരം എന്നാൽ 3 മരുമക്കളും അവരവരുടേതായ സർഗവാസന ഉപയോഗിച്ച് ഓരോരോ പൂക്കളം തീർക്കണം. അതിൽ നിന്നും ഏറ്റവും നല്ല പൂക്കളത്തിന് 1ാം സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. 2ാം സമ്മാനം 3ാം സമ്മാനം ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒരേ ഒരു സമ്മാനം മാത്രം, 1ാം സമ്മാനം. ആ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞാനും വസുന്ധരയും കൂടിയാണ്. അച്ഛാ, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ. അഭിപ്രായങ്ങൾ തുറന്നു പറയൂ. ഈ പൂക്കള മത്സരം വേണ്ട, എല്ലാവർക്കും കൂടി ഒരു പൂക്കളം തീർത്താ പോരെ? അതൊന്നും പറ്റൂല. അതെ, കമ്മിറ്റി തീരുമാനം എടുത്തു പോയി. അല്ല, ആരൊക്കെ കമ്മിറ്റി? ഞാനും വസുവും മാത്രം. ഈ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം 3 മരുമക്കളും പൂക്കളം ഇടണം. അതിൽ നിന്ന് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കും. സംഗതി കൊള്ളാലോ. അതെ അതെ, ഓണം ഒന്ന് കൊഴുക്കും. പൂക്കളം ഇടുന്നതിന് ഓരോ നിയമങ്ങളുണ്ട്. 3ാം ദിവസം, അതായത് ചോതി മുതല് ചുവന്ന പൂക്കൾ ചേർക്കണം. മൂലത്തിന്റെ അന്ന് ചതുരത്തിൽ പൂക്കളം തീർക്കണം. തിരുവോണത്തിന്റെ അന്ന് അമ്മേ, അത് പറഞ്ഞു കൊടുക്കല്ലേ. എന്താ അമ്മേ? അത് പറഞ്ഞു കൊടുത്ത സംഗതി പൊളിഞ്ഞില്ലേ? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. അപ്പോ പൂക്കള മത്സരം തന്നെ? അതെ, മത്സരം തന്നെ. അങ്ങനെയാണല്ലേ? നിങ്ങൾ എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത്തവണത്തെ അത്തപ്പൂക്കള മത്സരം ഞങ്ങൾ ഇങ്ങ് എടുക്കുക. 1ാം സമ്മാനം എന്റെ ഭാര്യ ഐശ്വര്യക്ക് തന്നെ. ഒന്ന് പോടാ അവിടുന്ന്. എന്റെ ഭാര്യയും ധർമ്മപത്നിയുമായ അമൃതയ്ക്കായിരിക്കും 1ാം സമ്മാനം കിട്ടാൻ പോകുന്നത്. ഏട്ടന്മാരുടെ മോഹങ്ങൾ വെറും മോഹങ്ങൾ മാത്രമാ. എന്റെ ഭാര്യ ശ്രീമതി ശ്യാമ വാസുദേവനായിരിക്കും 1ാം സമ്മാനം കിട്ടുക. നമുക്ക് കാണാം. കാണാം കാണാം. ഓ, കാണാം. അതേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഞാൻ എന്തായാലും മത്സരത്തിനില്ല. എന്താ കാര്യം? അതെ, ഇവർ രണ്ടുപേരും എന്റെ അനിയത്തിമാരാ. ഇവരോട് മത്സരിക്കാൻ എനിക്ക് എന്തായാലും പറ്റില്ല. അത് നന്നായി മോളെ. മൂത്ത മരുമകളായ നീ അങ്ങനെ തന്നെയാ പറയേണ്ടത്. ശരി ശരി, അങ്ങനെ ആയിക്കോട്ടെ. എങ്കിൽ അനിയത്തിമാര് തമ്മിലായിക്കോട്ടെ മത്സരങ്ങൾ. നമുക്ക് കാണാം. ശരി, കാണാം. ഓ, മത്സരം ഇപ്പോഴേ മുറുകിയല്ലോ. മുറുകണമല്ലോ, അതിനല്ലേ ഈ മത്സരം സംഘടിപ്പിച്ചത്. കടകളിൽ നിന്ന് വാങ്ങിച്ച വിലപിടിപ്പുള്ള പൂക്കളിട്ട് ഐശ്വര്യ അടുത്തൊക്കെ പൂക്കളം തീർക്കുമ്പോ എനിക്കിതേ ഈ നാടൻ പൂക്കൾ കൊണ്ട് പൂക്കളം തീർക്കണം. ഈ പൂക്കൾക്കും ഭംഗിയുണ്ടെന്ന് അവരെനിക്കൊന്ന് കാണിച്ചു കൊടുക്കണം. കറക്റ്റ്. ആ ഗ്രാമീണതയുടെ ഭംഗി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. മാവേലി നാട് ഭരിച്ച കാലത്തേക്ക് എല്ലാവരുടെയും മനസ്സൊക്കെ തിരിഞ്ഞു നോക്കണം.
ആദ്യം കാടുമേട് കയറി പൂക്കൾ പറിക്കണമെന്ന് താൻ പറഞ്ഞപ്പോ എനിക്ക് സംഗതി കത്തിയില്ല. കാര്യങ്ങളുടെ അർത്ഥം അത്ര കണ്ടങ്ങ് വ്യക്തമായതുമില്ല. മാത്രമല്ല ഇത്രയും പൂക്കൾ കിട്ടുമെന്ന് പേടിയുണ്ടായിരുന്നു. താനും ഞാനും കൂടി പൂക്കൾ ശേഖരിക്കാൻ പോയില്ലേ, അതിന്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാ. അതെ, നമ്മൾ കുറച്ചു നേരത്തേക്കെങ്കിലും വെറും കൊച്ചു കുട്ടികളായിട്ട് മാറി. നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഓടിപ്പോയി. അതെ, ബാല്യകാലത്തേക്ക് ഒരു തിരിച്ചുപോക്ക്. പൂക്കൾ പറിച്ച് പൂക്കൂടലാക്കിയിട്ട് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഓർത്തത്, നമ്മളിപ്പോ കൊച്ചുകുട്ടികളല്ല, കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന്. എടോ, തനിക്കറിയോ, സത്യത്തില് ഈ ഓണക്കാലം ഒരു പ്രണയകാലമാണോ? കണ്ടില്ലേ, പുറത്തേക്ക് നോക്കിയാൽ ആ ഓണനിലാവൊരു പ്രണയനിലാവ. വീശുന്ന ഓണക്കാറ്റേ ഒരു പ്രണയക്കാറ്റാ. ഈ പ്രകൃതി മുഴുവൻ അങ്ങനെ പ്രണയിച്ച് നിൽക്കുക. സാറിന് എന്ത് പറ്റി? എനിക്ക് സാരമായ തകരാറുകളൊന്നുമില്ല. ശ്യാമ എന്ന നാടൻ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വരുന്ന വാചകമടിയുടെ തകരാറേ ഉള്ളൂ. അതൊരു തകരാറ് തന്നെയാണ് സർ. ചികിത്സിക്കണം. അതിനെ ഒറ്റ ചികിത്സയുള്ളൂ. അതായത് നമ്മളിങ്ങനെ അന്യോന്യം പ്രേമിച്ചുകൊണ്ട് നടക്കണം. 24 മണിക്കൂറും? ആ, 24 മണിക്കൂറും. അതിനിപ്പോ എന്താ? വാ എടോ ശ്യാമേ, എനിക്കൊരു സംശയം. സാറ് ചോദിക്ക. അറിയാവുന്നതാണെങ്കിൽ പറയാം. പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കുന്നതാണോ അല്ല കല്യാണം കഴിച്ചിട്ട് പ്രേമിക്കുന്നതാണോ നല്ലത്? അതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും സാറും ജീവിക്കുന്ന പോലെ ഇങ്ങനെ സ്നേഹിച്ച് ജീവിക്കണം. എത്ര ഡ്രമാറ്റിക് ആയിട്ടാണല്ലേ നമ്മുടെ കല്യാണം നടന്നത്. അതെ. ആദ്യമായി കണ്ടുമുട്ടിയപ്പോ നമ്മൾ രണ്ടുപേരും കരുതിയോ ഇങ്ങനെ ഞാനും താനും എന്ന രണ്ടുപേരിൽ നിന്ന് ഇങ്ങനെ നമ്മൾ എന്നായി മാറുമെന്ന്, ഒന്നായി തീരുമെന്ന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.